ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അയല മീൻ കൊണ്ടൊരു അയല മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. മീനും മീൻ തലയും. അതിനായി 750 ഗ്രാം അയലമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4-5 വെള്ളത്തിൽ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് 4 മീനുണ്ട്. ഇത് 2ആയിട്ട് മുറിച്ചതാണ്. ഇനി വേണ്ട മറ്റാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, ഒരു മീഡിയം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുടംപുളി 4 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്, കടുക്, ഉലുവയുടെ പൊടി, പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, ലേശം കുരുമുളക് പൊടി. ഇത്രയും മതി ഇതിൽ മസാലകൾ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അയലമീൻ്റെ തലയും കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, തലക്കറി. ഞാൻ ചട്ടിയിലല്ല, ഒരു പാത്രത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാത്രം വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിനായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ച് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടുമ്പോൾ കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് കിടന്ന് മൂക്കട്ടെ. ചെറുതായി ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമാക്കി മിക്സ് ചെയ്യണം. പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യുക. തക്കാളി ചേർക്കാം. അപ്പോൾ ഈ മസാലയോടൊപ്പം കിടന്നൊന്ന് വരലട്ടെ. അത് ചെറുതായി ഒന്ന് വഴണ്ട് പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. എല്ലാം കൂടെ ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കും. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കും. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം.
മീഡിയം ഫ്ലെയിമിലൊന്ന് തിളക്കട്ടെ. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി തിള വരുമ്പോൾ അടപ്പ് തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിടാം. ചുറ്റിച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. അടപ്പം തുറന്ന് നോക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. വീണ്ടും അടച്ചു വെച്ച് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കും. കറിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ കുറുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അയല മീൻ തല മുളകിട്ട് കറി റെഡി. കുറച്ച് ചാറ് വേണം, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോകും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ചോറിലേക്ക് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുന്ന് കുറേ വറ്റും. അയല മീൻ മുളകിട്ടത് റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.